നമസ്കാരം, എൻ്റെ പേര് അഹമ്മദ് നജാദ്. ഞാൻ മുഹമ്മദ് ഫഹീം കെ. ഞങ്ങൾ രണ്ടുപേരും VIPS 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്കൂൾ ഇന്നോവേഷൻ മാരത്തോണിൻ്റെ ഭാഗമായി ഞങ്ങൾ ചെയ്യുന്ന ഒരു പുതിയ ആശയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഭൂചലനത്തിൻ്റെ തീവ്രത അളക്കാനുള്ള ഒരു ഉപകരണമായ സീസ്മോഗ്രാഫാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ശേഷം പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് സ്കൂളിൽ ചർച്ച ഉണ്ടായിരുന്നു. പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാനും പ്രതിരോധിക്കാനുമുള്ള മാർഗങ്ങളെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സീസ്മോഗ്രാഫിൻ്റെ ഒരു ലഘുരൂപം ഞങ്ങൾ നിർമ്മിച്ചത്. ഞങ്ങളെപ്പോലുള്ള പ്രൈമറി ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇതുപോലുള്ള ഉപകരണങ്ങൾ കാണാനും അതിന് പിന്നിലുള്ള തത്വങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഒരു മാർഗം എന്ന നിലയിലാണ് ഞങ്ങൾ ഈ ഉപകരണം രൂപകൽപ്പന ചെയ്തത്. ആവശ്യമായ സാമഗ്രികൾ: ഒരു കാലിപ്പെട്ടി, അത് ഞങ്ങൾ അലങ്കാരത്തിന് വേണ്ടി കുറച്ച് കളർ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പേപ്പർ സ്ട്രിപ്പ്, പിന്നെ ഒരു സ്കെയില്, പിന്നെ ഒരു കാലിക്കുപ്പി. അതിനുള്ളിൽ ഞങ്ങൾ തുളച്ചിട്ട് ഒരു പെണ്ണ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഭാരത്തിന് വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കല്ലും ഇട്ടിട്ടുണ്ട്. പിന്നെ തൂക്കാൻ വേണ്ടി ഞങ്ങൾ ഇതിൽ ചരടും കെട്ടിയിട്ടുണ്ട്. ആദ്യമായി ഞങ്ങൾ ഒരു പെട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇരുവശത്തും ഓരോ ജാലകളും ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞങ്ങൾ ഒരു സ്കെയിൽ വെക്കുകയാണ്. ഇതിൻ്റെ ഔട്ട്പുട്ടായി ഞങ്ങൾ ഇതിലേക്ക് ഒരു പേപ്പർ സ്ലിപ്പ് ഇടുന്നു. ഇതിൻ്റെ മുകളിൽ ഒരു ജാലം ഇട്ടിട്ടുണ്ട്. അതിലൂടെ ഈ നൂൽ കടത്തുകയാണ്. ഈ പേപ്പർ ഷീറ്റിൽ തട്ടുന്ന വിധമാണ് ഈ കുപ്പി ഘടിപ്പിക്കാൻ. ഇതിൽ അനക്കം വരുമ്പോൾ ഈ കുപ്പി ചലിക്കുകയും ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന പെന്നും ചലിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ പേപ്പർ ഷീറ്റിൽ ഗ്രാഫ് രൂപപ്പെടുന്നു. ഈ ഗ്രാഫിനെ സീസ്മോഗ്രാം എന്ന് വിളിക്കുന്നു. മൂലമുണ്ടാകുന്ന പ്രകമ്പനങ്ങളായ ഭൂകമ്പ തരംഗങ്ങൾ അളക്കുന്നതിലും കണ്ടെത്തുന്നതിലും സീസ്മോഗ്രാഫ് ഉപയോഗിക്കുന്നു.